വലിയൊരു സംഭവ വികാസത്തിൻ്റെ കഥയാണ് സിനിമ കേരള പറയുന്നത്. സിനിമ കേരള പലപ്പോഴും പറയാറുണ്ട്, മഹാനദികളുടെയും മഹതികളുടെയും ഉത്ഭവകാലം ചികയരുതെന്ന്. മഹാനദികളുടെയും മഹതികളുടെയും ഉത്ഭവകാലം ചികഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറും. സിനിമ കേരള പലപ്പോഴും മഹതികളുടെ ഉത്ഭവകാലം ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ നെഗറ്റീവ് കമൻറ്റുകളുമായി പലരും എത്താറുമുണ്ട്. ഇപ്പോൾ സിനിമ കേരള ഒരു മഹതിയുടെ ഉത്ഭവകാലം പറയുന്നു. ആ മഹതിയുടെ പേര് സരിത. ആന്ധ്രാപ്രദേശിൽ ജനിച്ച സരിത വെങ്കിട്ട സുബ്ബയ്യ എന്ന ആന്ധ്രാപ്രദേശിലെ പ്രശസ്ത നടനുമായി 13 വയസ്സിൽ വിവാഹിതയായി. വെങ്കിട്ട സുബ്ബയ്യ ആന്ധ്രാപ്രദേശിലെ ഒരു കാലത്തെ നടനായിരുന്നു. ഒരു ബാലവിവാഹമായിരുന്നു സരിത ചെയ്തിരുന്നത്. വെങ്കിട്ട സുബ്ബയ്യയെ വിവാഹം കഴിച്ചപ്പോൾ സരിതയ്ക്ക് പ്രായം 13, വെങ്കിട്ട സുബ്ബയ്യയ്ക്ക് പ്രായം 54. ഒരു വർഷത്തിനുള്ളിൽ സരിതയും വെങ്കിട്ട സുബ്ബയ്യയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം അവസാനിച്ചു. കെ ബാലചന്ദർ സരിതയെ കണ്ടെത്തി മരോ ചരിത്ര എന്ന ചിത്രത്തിലൂടെ. മരോ ചരിത്ര ദക്ഷിണേന്ത്യയിൽ വലിയ ഹിറ്റായി മാറി. മരോ ചരിത്ര ഹിറ്റായി മാറിയപ്പോൾ കമൽഹാസൻ സരിത ജോഡികൾ ദക്ഷിണേന്ത്യയിൽ തരംഗമായി മാറി. കെ ബാലചന്ദർ സരിതയുടെ ഗുരുനാഥനായിരുന്നു. കെ ബാലചന്ദർ സരിതയുടെ എല്ലാമെല്ലാമായിരുന്നു. കെ ബാലചന്ദർ സരിതയെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി തമിഴ് സിനിമയിൽ. തണ്ണീർ തണ്ണീർ എന്ന ചിത്രത്തിലൂടെ സരിതയ്ക്ക്, ആ ചിത്രത്തിലൂടെ കെ ബാലചന്ദർ ദക്ഷിണേന്ത്യൻ സിനിമയെ, തമിഴ് സിനിമയെ നെറുകയിലേക്ക് എത്തിച്ചു. അങ്ങനെ സരിത കെ ബാലചന്ദറിൻ്റെ ശിഷ്യയായി മാറി. പിന്നീട് സരിത കമേഴ്സ്യൽ സിനിമയിൽ എത്തി. ത്യാഗരാജൻ, ഒരു കാലത്ത് ന്യൂഡൽഹി എന്ന ചിത്രത്തിൽ സേലം വിഷ്ണുവായി അഭിനയിച്ച ത്യാഗരാജൻ സരിതയുടെ എല്ലാമെല്ലാമായി മാറി. സരിതയും ത്യാഗരാജനും തമ്മിൽ ലിവിങ് ടുഗദർ ബന്ധം ആരംഭിച്ചു. മലയൂർ മമ്മട്ടിയാൻ എന്ന ചിത്രത്തിലൂടെയാണ് സരിതയും ത്യാഗരാജനും ജോഡികളായി മാറുന്നത്. മലയൂർ മമ്മട്ടിയാൻ യഥാർത്ഥത്തിൽ രജനീകാന്തിനെ നായകനാക്കി ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു. രജനീകാന്തിന് ഡേറ്റ് ഇല്ലാത്തതിനാൽ ത്യാഗരാജൻ അതിൽ അഭിനയിച്ചു. അത് ത്യാഗരാജൻ്റെ സ്റ്റാർഡം വർദ്ധിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് ത്യാഗരാജനും സരിതയും തമ്മിൽ ലിവിങ് ടുഗദർ ബന്ധം ആരംഭിച്ചു. പക്ഷേ അതിനും വലിയ ഒരായുസ് ഉണ്ടായിരുന്നില്ല. ത്യാഗരാജൻ മലയൂർ മമ്മട്ടിയാനിലൂടെ ഉദിച്ചുയർന്നെങ്കിലും പെട്ടെന്ന് കെട്ടടങ്ങി. സരിത ത്യാഗരാജനെ വിട്ട് മലയാള സിനിമയിൽ ചേക്കേറി. മലയാള സിനിമ സരിതയ്ക്ക് ഇതിനകത്ത് തന്നെ നല്ലൊരു സിംഹാസനം നൽകിയിരുന്നു. ജോഷി സംവിധാനം ചെയ്ത സന്ദർഭം എന്ന ചിത്രത്തിലൂടെ സരിത മലയാള സിനിമയിൽ ചിരപ്രതിഷ്ഠ നേടി എന്ന് വേണമെങ്കിൽ പറയാം. സന്ദർഭം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു. മുഹൂർത്തം 11:30 അടക്കമുള്ള ചിത്രങ്ങൾ, തനിയാവർത്തനം അടക്കമുള്ള ചിത്രങ്ങൾ, മമ്മൂട്ടിയുടെ ഇഷ്ട നായികയായി സരിത മാറി.
മമ്മൂട്ടിയും സരിതയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടെന്ന് അക്കാലത്ത് നാനാ സിനിമ വാരിക എഴുതി. പക്ഷേ മമ്മൂട്ടി അതിലൊന്നും പിടികൊടുക്കുന്ന ഒരു താരം അല്ലായിരുന്നു. മമ്മൂട്ടിക്ക് എക്കാലവും അദ്ദേഹത്തിൻ്റെ ഇമേജ് ആയിരുന്നു പ്രധാനം. ഇമേജ് നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു കളിക്കും മമ്മൂട്ടി തയ്യാറായിരുന്നില്ല. എന്തായാലും അതിനിടയിൽ തനിയാവർത്തനത്തിൻ്റെ സെറ്റിൽ വെച്ച് മുകേഷും സരിതയും തമ്മിൽ പ്രണയത്തിലായി. മുകേഷിന് സരിതയുമായി പ്രണയത്തിലാകുമ്പോൾ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. മുകേഷിന് അക്കാലത്ത് തമിഴ് സിനിമയിൽ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അതിനുള്ള അവസരവും ഒരുക്കിയത് സരിതയാണ് ജാതിമല്ലി എന്ന ചിത്രത്തിലൂടെ. സരിതയുടെ ഗുരുനാഥനായ കെ ബാലചന്ദർ തന്നെയാണ് ജാതിമല്ലി സംവിധാനം ചെയ്തത്. മുകേഷ് നായകൻ, ഖുശ്ബു നായിക. ചിത്രം 8 നിലയിൽ പൊട്ടി. മുകേഷിനെ തമിഴർ അംഗീകരിച്ചില്ല. മുകേഷ് ഒന്നുമല്ലാതായി മാറി തമിഴ് സിനിമയിൽ. ജാതിമല്ലി ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു. നിർമ്മാതാവിന് നഷ്ടങ്ങൾ മാത്രം. പിന്നീട് അങ്ങോട്ട് മുകേഷിന് സരിതയെ കൊണ്ട് പ്രയോജനമില്ല എന്ന് തോന്നിക്കാണണം. കാരണം മുകേഷ് ഒരു കലാകാരനാണ്, അതിലുപരി ബിസിനസ്സുകാരനാണ്. അങ്ങനെ തോന്നിയപ്പോൾ അവർ തമ്മിലുള്ള വിവാഹ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ വന്നു ചേർന്നു. മുകേഷിൻ്റെ അമ്മ വിജയലക്ഷ്മിയുമായി ഓമാധവൻ സാറിൻ്റെ ഭാര്യ, ഓമാധവനെ ഞാൻ സാറ് എന്നല്ല വിളിക്കുന്നത്, സഖാവ് എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയലക്ഷ്മിയുമായി കലാകൗമുദിയിൽ അഭിമുഖം നടത്തേണ്ട ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അന്ന് മുകേഷിൻ്റെ ദാമ്പത്യ ജീവിതത്തെപ്പറ്റി ഇൻ്റർവ്യൂ കഴിഞ്ഞ വേള ഞാൻ വിജയലക്ഷ്മിയോട് ചോദിച്ചു. അവർ എന്നോട് പറഞ്ഞത്, സംശയമല്ലേ മോനെ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്നാണ്. വിജയലക്ഷ്മി അമ്മ ആ വാക്കിൽ എല്ലാം ഒതുക്കി. എന്തായാലും പിന്നീട് അങ്ങോട്ട് ഇരുവരും തമ്മിൽ വേർപിരിയുന്ന സംഭവ വികാസങ്ങൾ, മുകേഷിനെ കുരിശിൽ തറയ്ക്കുന്ന സംഭവ വികാസങ്ങൾ, അതിനൊക്കെ സാക്ഷിയാകേണ്ടി നിന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയും, മുകേഷ് എത്രയൊക്കെ വഴിതെറ്റിപ്പോയാൽ അതിലൊക്കെ ഉപരിയായി വഴിതെറ്റിയ വ്യക്തിയായിരുന്നു സരിത എന്നും. വെങ്കട്ട സുബ്ബയ്യ തന്നെക്കാൾ ഒരുപാട് പുത്രതുല്യനായ വ്യക്തിയുമായി രതിബന്ധത്തിൽ ഏർപ്പെട്ട വെങ്കട്ട സുബ്ബയ്യ പിന്നീട് കരുത്തനായ ത്യാഗരാജൻ്റെ കരവലയത്തിൽ കിടന്ന് പുളഞ്ച സരിത. അതിനുശേഷം അവർ ഒരു വിവാഹ ജീവിതം തേടി മുകേഷിൻ്റെ അടുത്തേക്ക് വന്നു. മുകേഷ് അവരെ സ്വീകരിച്ചു. സിനിമ കേരള പച്ചയ്ക്ക് പറയുന്നു, മുകേഷ് നിരപരാധിയാണെന്ന്.